ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല, വയ്യാത്തോണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ പുതിയൊരു വിശേഷമുണ്ട്. കുറച്ച് വലിയ വിശേഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതായത് നമ്മളെ അമ്മിണിയും മണിക്കുട്ടിയുമാണ് കേട്ടോ. രണ്ടാളും പ്രസവിച്ചിട്ടുണ്ട്. അമ്മിണിക്ക് രണ്ട് മക്കളാണ്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയാണ്. മണിക്കുട്ടിക്ക് ഒരു മോളാണ് കേട്ടോ ഉള്ളത്. പക്ഷെ എങ്ങനെയാണെന്നറിയില്ല, മണിക്കുട്ടീൻ്റെ മോള് ഭയങ്കര ബ്ലാക്ക് കളറാണ് കേട്ടോ. ഇത് രണ്ടും അമ്മിണീൻ്റെ മക്കളാണ് കേട്ടോ. അമ്മിണിക്ക് ഏകദേശം അമ്മിണീൻ്റെ ഒരു കളറും പിന്നെ നമ്മൾ ക്രോസ് ചെയ്ത കൊറ്റൻ്റെ ഒരു കളറൊക്കെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ നമ്മളെ മണിക്കുട്ടീൻ്റെ കുഞ്ഞാണ് ഏറ്റവും കോമഡി. കഴിഞ്ഞ തവണ അവൾക്ക് അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ വെള്ളക്കൊറ്റനുമായിട്ടാണ് കേട്ടോ അവളെ ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഉണ്ടായ കുഞ്ഞും ബ്ലാക്ക് ആയിരുന്നു. അപ്പോൾ ഇത്തവണയും നമുക്ക് ആ ബ്ലാക്ക് കുഞ്ഞ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു അവളെന്തെങ്കിലും ഒരു ഫാമിലി ഹിസ്റ്ററി നിന്നായിരിക്കും അങ്ങനെ ഒരു കുഞ്ഞുണ്ടായത് കേട്ടോ. ഇത്രയും സന്തോഷമൊക്കെ ആണെങ്കിലും അതിൻ്റെ ഇടയിൽ എനിക്ക് കുഞ്ഞൊരു വിഷമമുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ആടുകളും പ്രഗ്നൻ്റ് ആയ സമയത്തെ ഇവരെ ഡെലിവറീൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഞാൻ അങ്ങനെ മനക്കോട്ട കെട്ടി വെച്ചതാണ്. പക്ഷെ നമുക്ക് ആ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അമ്മിണി പ്രസവിച്ചതും ആ ദിവസം നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ പാലക്കാടേക്ക് പോയ സമയത്ത് ഇവിടുന്ന് ഇറങ്ങി ഒരു മണിക്കൂറൊക്കെ ആയിട്ടേ ഉണ്ടാവുള്ളൂ. ആ സമയത്താണ് അമ്മിണി പ്രസവിച്ചത്. അപ്പോൾ എനിക്ക് ആ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. മണിക്കൂട്ടി പ്രസവിച്ച സമയത്ത് നമ്മളിവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവളെ നമ്മൾ പാടത്ത് കുറച്ച് നേരം കൊണ്ടുപോയി കെട്ടാമെന്ന് വിചാരിച്ചിട്ട് പാടത്തേക്ക് വിട്ടു. കാരണം നമ്മൾ വീട്ടിൽ തന്നെയായിരുന്നു അവളെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ചു എപ്പോഴും ഇവിടെ തന്നെ നിർത്തി അവൾക്കൊരു മെൻ്റലി കുറച്ചൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വേറെ ആടുകളിനെ പാടത്തേക്ക് വിട്ട സമയത്ത് ഇവളിനെയും കൂടി പാടത്തേക്ക് കൊണ്ടുപോയി കെട്ടി. അവൾ പാടത്താണ് കേട്ടോ പ്രസവിച്ചത്. അതുകൊണ്ട് എനിക്ക് പ്രസവിക്കണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ അവിടെ വെള്ളവും കൊണ്ടുപോയി ചെല്ലുമ്പോഴേക്കും അവൾ പ്രസവിച്ചതാണ് കേട്ടോ ഞാൻ കണ്ടത്. അങ്ങനെ ഈ രണ്ട് ആടുകളുടെയും പ്രസവ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതിൻ്റെ ഒരു ചെറിയ വിഷമം എനിക്കുണ്ട്. പക്ഷേ കുഴപ്പമൊന്നുമില്ല. രണ്ടാൾക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള മൂന്ന് മക്കളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മക്കളെന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള മക്കൾ തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ ക്രോസ് ചെയ്യിപ്പിച്ച മുട്ട, നമ്മൾ പുതുതായിട്ട് വാങ്ങിച്ച മുട്ടനെ കൊണ്ടാണ് ക്രോസ് ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മക്കൾ തന്നെയാണ് കേട്ടോ ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ അവർ പ്രസവിച്ചതെന്ന് വെച്ചാൽ ഒരു ദിവസത്തെ വ്യത്യാസത്തിലാണ് അവർ പ്രസവിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടാളെയും ഒരേ രീതിയിൽ നോക്കുക എന്നുള്ളത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഒന്നാമത് വയ്യായിരുന്നു. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു കേട്ടോ എനിക്ക് വയ്യാണ്ടായിട്ട്. അപ്പോൾ രണ്ടാളും ഒരേ സമയത്ത് പ്രസവിച്ചുകൊണ്ട് രണ്ടാളെയും ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഒരുപോലെ നോക്കേണ്ട ചെറിയൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, ഇപ്പം ഞാനും ഓക്കെ ആയി, അവരും ഏകദേശമൊക്കെ ഓക്കെ ആയി ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ നമ്മളിവിടെ ആടുകൾ ഉണ്ടാകുമ്പോൾ എപ്പോഴും നമ്മൾ അവർക്ക് പേരിടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കറുത്ത കുഞ്ഞിന് ഞാൻ കരിമീൻ തന്നെയാണ് പേരിട്ടിരിക്കുന്നത്. ബാക്കി കുഞ്ഞുങ്ങൾക്ക് പാറൂന്നും നന്ദൂന്നും ആട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട്, കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി തീറ്റി അടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നമ്മളെ ഹെൽത്തി ആയിരുന്നാലേ അവരെ കാര്യങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നോക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഒരാഴ്ചയായിട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മളൊക്കെ വയ്യാണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെതായ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ടോ. സത്യം പറഞ്ഞാൽ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഏത് സാഹചര്യത്തിൽ നമ്മൾ മറികടക്കാൻ പഠിക്കാമെന്ന് പറയില്ലേ, അങ്ങനെ നമ്മളൊരുവിധം എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ കേട്ടോ നമ്മളെ വീട്ടിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇനിയും ഇവരുടെ ഓരോ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. കാരണം എൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇവരെ കാര്യങ്ങളും കൂടി ഉൾപ്പെട്ടതായതുകൊണ്ട് ഇവരെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ കേട്ടോ. നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മൾ മറക്കാണ്ട് സപ്പോർട്ട് ചെയ്യണം. കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോസ് ഇടാൻ വേണ്ടി തോന്നാറുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.